ഞാൻ അതിന് സമ്മതിക്കില്ല. ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് കിടന്ന് നരകിക്കാനാണ് തീരുമാനമെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അകപ്പെട്ടിരിക്കുന്നത് മയക്കുമരുന്ന് കേസിനാ. ശിക്ഷയുടെ കാലാവധി 10 വർഷമാണോ 12 വർഷമാണോന്ന് കോടതി തീരുമാനിക്കാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും 10 കുറയില്ല. നിയമം അറിയാവുന്ന എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ പോന്നു. അതെ വക്കീൽ, ഒന്ന് നിക്ക്. മോളെ, നീ ഇങ്ങോട്ട് വന്നേ. വാ. എന്താ? ഞങ്ങളുടെ ഡിമാൻഡ് പറയാം. വരുണുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തണമെങ്കിൽ ഞങ്ങളെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയാൽ മാത്രം പോരാ. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഞാൻ വലിച്ചെറിയുന്നത് കണിമംഗലത്തെ മരുമകൾ എന്ന പദവിയാ. അതിന് തുല്യമായ നഷ്ടപരിഹാരം എനിക്ക് കിട്ടിയേ പറ്റൂ. എത്രയാ പ്രിയങ്ക ഉദ്ദേശിക്കുന്നത്? 25 കോടി. What? 25 crores? അതെ, അത് കിട്ടുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ജയിലിൽ തന്നെ കിടന്നോളാം. ഇല്ല മാഡം, ഒരു കാരണവശാലും അത് നടക്കില്ല. എന്റെയും രാധികയുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് പ്രിയങ്ക കോടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് അവൾ ആർക്കും ഇല്ലാതെ തുളച്ചും കളഞ്ഞു. ഇനി വീണ്ടും ഒരു 25 കോടി രൂപയോ? വരുൺ, ഞാൻ പ്രിയങ്കയോട് സംസാരിച്ചു നോക്കി. പക്ഷേ തുകയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവൾ തയ്യാറല്ല. അവളും അവളുടെ മുത്തശ്ശിയും അന്യരെ വിലപേശി ജീവിക്കാൻ തീരുമാനിച്ചവരാ. അക്കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോ നമ്മുടെ മുൻപിലുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. വരുൺ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, വരുണൻ രാധികയും പരസ്പരം സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും പിരിയാൻ പറ്റില്ല. പക്ഷേ പ്രിയങ്കയുടെ ജയിൽവാസം അതൊരുപാട് നാള് നീളുമെന്ന് പ്രതീക്ഷിക്കണ്ട. അവൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹബന്ധത്തിന് ഏറ്റവും വലിയ കല്ലുകടി പ്രിയങ്കയായിരിക്കും. മനസമാധാനത്തോടെ ജീവിക്കാൻ അവർ സമ്മതിക്കില്ല വരും. മാത്രമല്ല, നിയമപരമായ വിവാഹബന്ധം പ്രിയങ്കയുടെ ആയതുകൊണ്ട് കോടതി നിങ്ങളോട് പിരിഞ്ഞു താമസിക്കാൻ പറഞ്ഞാൽ നിങ്ങളത് അനുസരിക്കേണ്ടി വരും. അത് സഹിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? പറ്റില്ല. എങ്ങനെയാ? ബെഞ്ചമിൻ എന്നോടൊന്നും പറഞ്ഞില്ല. സോറി ഗൗതം, ഞാൻ പറഞ്ഞിരുന്നില്ലേ, തന്റെ അച്ഛനെ പുറത്തിറക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ സഹോദരി സാറയ്ക്കാണെന്ന്. അവളുടെ ശീലം അങ്ങനെ. എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അറിയാൻ തുടങ്ങുക. ഈ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. ബെഞ്ചമിൻ, തന്റെ സഹോദരിയോട് എനിക്കൊന്ന് സംസാരിക്കണം. ഷോ സാർ. സാറാ, ചന്ദ്രശേഖർ സാറിന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ഞാൻ കൊടുക്കാം. ഹലോ സാറാ. ഹലോ സർ. താങ്ക് യു സാറാ.
ബെഞ്ചമിൻ എന്നോട് വന്ന് സാറയുടെ കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും താൻ ഇത്രയ്ക്ക് പവർഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോ നമ്മൾ നമ്മുടെ സർവ്വശക്തിയും പ്രയോഗിക്കണ്ടേ സർ? ഗുഡ്. ഈ വേണ്ടപ്പെട്ടതെന്ന പ്രയോഗം ബെഞ്ചമിൻ കുറെ നാളുകളായി എനിക്കും എന്റെ മകനും ആ പൊസിഷനിലാണ്. ഇപ്പൊ സാറേയും. സത്യം പറഞ്ഞാൽ ഒരു ഇരുളടഞ്ഞു കിടന്ന വഴിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതാണ് എന്നെ. സർ, സാറിനെ പോലെ ഒരാൾക്ക് ഇത്രയും വലിയ വാക്കുകളൊന്നും പറയേണ്ട കാര്യമില്ല. യു ഡിസേർവ് ഇറ്റ്. സാർ അകത്ത് കിടക്കേണ്ടവനല്ല, പുറത്തുണ്ടാവണം. ഒരുപാട് കാര്യങ്ങള് വെട്ടിപ്പിടിക്കേണ്ടതല്ലേ? അപ്പൊ പിന്നെ വിശ്രമിച്ചാൽ എങ്ങനെയാ? നമ്മളിതുവരെ കണ്ടിട്ടില്ല. എപ്പോഴാ നമ്മളൊന്ന് കാണുക? മുഖാമുഖം കണ്ടൊരു താങ്ക്സ് പറയാനാ. നമുക്ക് കാണാം സർ. നമ്മൾ കാണാൻ സമയമായിട്ടുണ്ട്. ഓക്കെ, കാണുന്ന ദിവസം സാറ പറഞ്ഞോളൂ. തൽക്കാലം കിട്ടിയിരിക്കുന്നത് പരോളല്ലേ? പരോള് കാലത്ത് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചോളണം. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളുടെ ഉപദേശം പോലെയാണ്. താങ്ക്സ്. താങ്ക്സ് അഗെയിൻ. സാറാ, ഞാൻ വിളിക്കാം. ശരി. അച്ഛാ, ബെഞ്ചമിനും സാറേയും ചേർന്ന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുമായിരുന്നു.